കോട്ടയം ജില്ലയിലെ മലനാടിനെ വേദോപദേശം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ച മലനാടിൻ്റെ അപ്പോസ്റ്റലൻ റവറൻ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ സപ്തരജത ജൂബിലി ആഘോഷം ഫെബ്രുവരി 28 മാർച്ച് 1, 2 തീയതികളിൽ നടത്തപ്പെടുകയുണ്ടായി. ആ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണുന്നത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജവാൻജോ ട്രാവൽമെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കോട്ടയം ജില്ലയിലെ വളരെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമായ ഇരുമാപ്രയിലാണ്. ഇവിടെയാണ് CSI ഈസ്റ്റ് കേരള മഹാഇടവ സെൻറ്റ് പീറ്റേഴ്സ് CSI ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 176ാമത് ഹെൻറി ബേക്കർ ജൂനിയർ പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള സപ്തരജത ജൂബിലി ആഘോഷങ്ങളും അവിടുത്തെ കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ അപ്പോൾ നമുക്ക് തുടങ്ങാം. കോട്ടയം ജില്ലയിലെ മീനച്ചി താലൂക്കിൽപ്പെട്ട മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് ഇരുമാപ്ര. മലനിരകളും താഴ്വാരങ്ങളും പാറക്കെട്ടുകളും നിറഞ്ഞ ഒരു ഭൂപ്രദേശം. താഴ്വാരങ്ങളിൽ ഹരിതാഭം നിറഞ്ഞു തുളുമ്പുന്ന വൃക്ഷലതാദികളും അരുവികളും തോടുകളും ഉള്ള ഫലസമൃദ്ധമായ ഭൂമി. അതിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന സുന്ദരിയായി നിൽക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് CSI ചർച്ച്. മലമടക്കുകളിലെ ആദ്യത്തെ ദേവാലയവും സ്കൂൾ വിദ്യാഭ്യാസവും ആരംഭിച്ചത് ഇരുമാപ്രയിലായിരുന്നു. ഇപ്പോൾ പള്ളിയും സ്കൂളുകളും ഹോസ്റ്റലും സ്ഥിതി ചെയ്യുന്ന സ്ഥലം അന്ന് വൃക്ഷനിബിഡമായ വനമായിരുന്നു. അതായത് 176 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാട്ടോ ഈ പറയുന്നത്. ഇവിടെ വൃക്ഷങ്ങളുടെ തണലിൽ 2 കാവൽമാടങ്ങൾ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുമുള്ള പുകയില കള്ളക്കടത്തുകാരെ പിടിക്കാനായി സർക്കാരിൽ നിന്നും കാവൽ മൂപ്പന്മാർ ഇവിടെ അധികാരികളെ കാവൽ നിർത്തുമായിരുന്നു. ബേക്കർ സാഹിബിനെ നേരിൽ കാണുന്നതിന് വേണ്ടി ഇരുമാപ്രയിൽ നിന്നും കാൽനടയിൽ 6 പേർ പള്ളത്തുള്ള ബേക്കറുടെ ബംഗ്ലാവിൽ എത്തി. സാഹിബ് ഇരുമാപ്രയിൽ വരണമെന്നും തങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്നും അപേക്ഷിച്ചു. കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച സാഹിബ് 2 ആശാന്മാരെ ഇരുമാപ്രയിലേക്ക് അയക്കുകയും ഈ മലയിൽ ആദ്യമായി പ്രവേശിച്ച വിദ്യാഭ്യാസ പ്രവർത്തകരും സുവിശേഷകരുമായിരുന്നു അവർ. കുമ്പക്കൽ മല കയറി മുകളിൽ കൂനാങ്കൽ എന്ന ജനവാസമുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ നിരപ്പായ സ്ഥലത്ത് ഒരു പള്ളിയുടെ ചുവട്ടിലായി താൽക്കാലികമായി പള്ളിക്കൂടം നിർമ്മിച്ചു. ഇത് 1848 ഇത് സ്ഥാപിച്ചത്. പിറ്റേ ഞായറാഴ്ച മുതൽ ഈ ഷെഡിൽ പ്രാഥമിക വിദ്യാഭ്യാസവും അതോടൊപ്പം വേദോപദേശവും തുടങ്ങി. എഴുത്തും വായനയും ഇവരെ പഠിപ്പിക്കണം എന്ന് ഇവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആശാന്മാർ ഏതാനും മാസം കൊണ്ട് സ്ഥലവാസികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുകയും ചെയ്തു. ഇരുമാപ്രയിലെ ആദ്യ പള്ളി 1849 സ്ഥാപിതമായത്. ഇപ്പോൾ ഇരുന്നിടത്തല്ലായിരുന്നു, അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടായിരുന്നു പഴയ പള്ളി സ്ഥിതി ചെയ്തിരുന്നത്. പിന്നീട് അത് പുതുക്കി പണിയുകയുണ്ടായി. ഇരുമാപ്ര സഭാ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ദിവസമാണ് 1972 ജനുവരി 6. ദീർഘമായ 20 വർഷത്തെ പ്രവർത്തനം കൊണ്ട് പൂർത്തിയാക്കിയ ദേവാലയമാട്ടോ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. പഴയകാല കണക്കനുസരിച്ച് ഏതാണ്ട് 5000 പേരുടെ ശ്രമദാനം കൊണ്ട് 1951 മുതൽ 1972 വരെ ദീർഘിച്ച ദേവാലയ നിർമ്മാണം 20 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചത്. ദീർഘമായ 20 വർഷം ഇരുമാപ്രയിലെ സഭാംഗങ്ങൾക്ക് വിശ്രമമില്ലായിരുന്നു എന്ന് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. 176ാമത് ജൂബിലിയോട് അനുബന്ധിച്ച് പള്ളി കുറച്ച് പുതുക്കി പണിയുകയും അതിൻ്റെ മേൽക്കുരകളൊക്കെ മാറ്റി പുതിയത് സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ മുകളിലേക്കുള്ള വഴിയാണ് ഇത്. അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക്
കാണാൻ പറ്റുന്ന നല്ല മനോഹരമായ ഒരു കാഴ്ച. പള്ളിയുടെ മണി കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അടിപൊളി കാഴ്ചകൾ കാണാൻ സാധിക്കും. ഒരു ഡ്രോൺ വിഷ്വൽ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര നല്ല കാഴ്ചയാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നും താഴ്വാരങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അതിസുന്ദരമായ കാഴ്ചകളാട്ടോ. CSI ക്രൈസ്റ്റ് കത്തീഡ്രൽ ചർച്ച്, മേലുകാവ് സ്കൂൾ ബിൽഡിങ്, അതുപോലെ തന്നെ നമുക്ക് മേലുകാമറ്റം ഒക്കെ നമുക്ക് ഈ ഒറ്റ കുടക്കീഴിൽ നിന്ന് കാണാൻ പറ്റും. അതുപോലെ സെൻറ്റ് തോമസ് ചർച്ച് ആ ചെറിയ നീല കളറിൽ കാണുന്ന, അതുപോലെ ഹെൻറി ബേക്കർ കോളേജ്, കെയിലാൻഡ് പള്ളി, അതുപോലെ ഇത് നോക്കി നമ്മുടെ ബിഷപ്പ് ഹൗസ് എത്ര ഭംഗിയായിട്ട് നമ്മുടെ ഈ പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതെന്ന്. ഇത്ര മനോഹരമായ കാഴ്ചയാണ്. അനുബന്ധ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ, MD സീമസ് ഹൈസ്കൂൾ, ഇടയ്ക്ക് ആ ചുമല കളറിലായിട്ട് ബേക്കറുടെ CSI ചർച്ച്, ഇവയെല്ലാം നമുക്ക് ഈ ഒറ്റ കുടക്കീഴിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം. ഇനി നമുക്ക് ബേക്കർ സാഹിബ് ആദ്യമായി ഇരുമാപ്രയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആ പള്ളിയിലേക്ക് നമുക്ക് പോകാം. ആദ്യകാലത്ത് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കൂനാങ്കൽ പള്ളി എന്നായിരുന്നു കേട്ടോ. പിന്നീട് അവിടെ ഒരു ഹെൻറി ബേക്കർ സാഹിബിൻ്റെ ഒരു സ്മാരകം അവിടെ നിർമ്മിക്കുകയുണ്ടാകുകയും അവിടെ ഈ ഹെൻറി ബേക്കർ ജൂനിയർ തിരുനാളിനോടനുബന്ധിച്ച് അവിടെ പ്രാർത്ഥനകളൊക്കെ നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ മലനാടിനെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ച റെവറൻ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന സ്മാരകമായിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതായത് അദ്ദേഹം മുണ്ടക്കയിൽ നിന്നും, അദ്ദേഹത്തിന് വേലസ്ഥലം മുണ്ടക്കയമായിരുന്നു. അവിടെ നിന്നും അദ്ദേഹം കുതിരപ്പുറത്ത് ദുർഘടപാതയിലൂടെ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ വന്നപ്പോൾ കുതിര അദ്ദേഹത്തിൻ്റെ കാലിൽ കടിച്ചു. അദ്ദേഹം ഇവിടെ മുട്ടിൽ നിന്നും പ്രാർത്ഥിച്ചതായിട്ട് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നു. ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു സ്മാരകം ഇവിടെ നിലകൊള്ളുന്നു. അനുദീനം രക്ഷകൻ പക്ഷത്തോ നീ ശുദ്ധിയായി നടന്നിടുന്നത്. ഇത് ഇരുമാപ്ര പള്ളി വ്യൂ പോയിന്റ് ആട്ടോ, ഇരുമാപ്രയിലെ. ഇവിടുന്ന് നോക്കാൻ നേരത്തെ എത്ര സുന്ദരമായ കാഴ്ചയാണ് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് CSI ചർച്ച്. മനം കുതിപ്പിക്കുന്ന കാഴ്ചകൾ. ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഭീമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ. ഏക്കർ കണക്കിന് വിസ്തൃതമായി നിരന്ന് കിടക്കുന്ന പാറ കണ്ടോ? ഇതാട്ടോ തേയിലപ്പാറ. എല്ലാവർക്കും ഇരിക്കാം. ലേഖനഭാഗം വായിച്ചു കേൾക്കാം. രണ്ടാമത്തെ ഭാഗം. സകല ദുഷ്ടതയും എല്ലാ ചതിവും രാജ്യഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ പിടിച്ച ശിശുക്കളെ പോലെ രക്ഷിക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാങ്ങിക്കുകയും കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആശ്വസിച്ച്
കഴിക്കാൻ തക്ക വിശുദ്ധ പുരോഹിതമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു. അവനിൽ വിശ്വസിക്കുന്നവർ ലഭിച്ചു പോകില്ല. ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഇവിടെ സുവിശേഷ ഭാഗം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. നവാമന സ്തോത്ര ആരാധനയിലാകുന്നല്ലോ നമ്മൾ വന്നെത്തിയിരിക്കുന്നു. ഒരു വർഷമായി കഴിഞ്ഞ വർഷം തൊട്ട് ആരംഭിച്ച ഈ ജൂബിലി ആഘോഷങ്ങൾ മൂലഭാഷയിൽ നിന്ന് അതിന് അതേ അർത്ഥത്തിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുവാൻ, നമ്മുടെ സ്വന്തം ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുവാൻ അന്ന് മിഷണറിമാർ തീരുമാനിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു ബേക്കറും ജോസഫനും. അവരെ സഹായിച്ച, അവർക്ക് ഇതിന് വഴികാട്ടായി തീർന്ന ചാത്തുണ്ണി മേനോൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ മനുഷ്യൻ, അന്നത്തെ വളരെ പ്രശസ്തനായ മനുഷ്യൻ. ദേശീയ അവാർഡുകളും 3 സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കിയ കാഞ്ഞിരപ്പള്ളി അമലയുടെ ശാന്തത്തെ നെഞ്ചിലേറ്റ് സ്വീകരിച്ച കേരളത്തിലെ മുഴുവൻ നാടകപ്രേമികളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അടുത്ത ബെല്ലിന് അമല നാടകം ആരംഭിക്കുന്നു. നിയമപരമായ അറിയിപ്പ്: മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നുള്ള വിശ്വാസം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് തന്നെയാണ് ദൈവവും മകനാണ്. അപ്പം ക്രിസ്തുവിന്റെ സ്വഭാവം ഏതൊരു വ്യക്തിയെയും എവിടെയും എന്നാൽ ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ലോകത്തിൽ അധ്വാനശീലം ഒരു വശത്ത്, അധ്വാനത്തിൻ്റെതാണ് ക്ഷീണം ഒരു വശത്തുണ്ട്. വല കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും അത് ഇടുക എന്ന് പറയുന്ന ഒരു പരീക്ഷണമാണ്. പാലസ്തീനിലെ സംബന്ധിച്ചിടത്തോളം രാത്രിയാണ് ദൈവവചനം അനുസരിക്കുക. ആവർത്തന പുസ്തകം നമ്മൾ നോക്കുന്ന അവസരത്തിൽ ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് ദൈവവചനം അനുസരിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അനുസരിക്കുമ്പോൾ പറയുന്നു, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാലികളുടെ പേരും പുറത്തും അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ നീ ഒരിക്കലും കാഴ്ചയല്ല, ഉയർച്ച തന്നെ നീ പ്രാപിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിന്നെ വാഴ തലയാക്കി മാറ്റും. അഭിഷേകം വേണം. കർത്താവ് അവരെ ഊതി അവർ ധൈര്യശാലികളായിട്ട് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പുറത്തേക്ക് പോയെന്നാണ്. ഈ പടകിനെയും അപ്പനെയും തനിക്കുള്ള പ്രിയപ്പെട്ടതിനെയും എല്ലാം വിട്ട് അനുഗമിച്ച ഒരു പത്രോസിനെ നമുക്കിവിടെ സാക്ഷ്യമായിട്ട് കാണുകയാണ് പ്രിയമുള്ളത്. ഈ ലോകത്തോടുള്ള മമത വെടിയാനായിട്ട് നമുക്ക് പറ്റണം. ഈ ലോകത്തോടുള്ള പണത്തോടുള്ള അമിതമായ തീർച്ചയായിട്ടും നമ്മുടെ നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിനിധികളാണ്.
പഴയതെല്ലാം കഴിഞ്ഞു പോയി. അതുകൊണ്ട് പഴയതിൽ ജീവിക്കാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒരുവൻ പഴയതേറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവന് പുതിയ സൃഷ്ടിയാകാനുള്ള അവസരം ഇപ്പോഴും കർത്താവ് കൊടുക്കുകയാണ്. എന്നാൽ ഇത് കഴിഞ്ഞ ആ അവസരം ലഭിക്കും. നീ പറഞ്ഞത് ശരി തന്നെയാണ്. എന്നാൽ ഈ ലോകത്തുള്ള മറ്റെല്ലാ ഡോറുകൾക്കും പുറകിൽ നിന്നും നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. യേശു കർത്താവ് സഭയെക്കുറിച്ച് പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗവും കൂടിയായിട്ടാണ് ഈ പത്രോസിൻ്റെ ഭാഗത്തിൽ നമുക്ക് മത്തായിയുടെ സുവിശേഷം 16-18 നമ്മൾ ആമുഖമായിട്ട് വായിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. പത്രോസിൻ്റെ പ്രസംഗം കാണാൻ സാധിക്കും. 3000-ലധികം പേര് സഭയോട് ചേരുന്നു. ആ സഭയുടെ ഒരു പ്രത്യേകത, ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഈ സെന്റ് പീറ്റേഴ്സ് ദൈവാലയത്തിൽ നമ്മൾ ആയിരിക്കുന്ന അവസരത്തിൽ ഈ
കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുമാപ്രയിലെ വളരെ മനോഹരമായ തനമുട്ടാങ്കൽ എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിലാട്ടോ. അത് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് താഴെ നല്ല ഭംഗിയായ മെയിലാമറ്റും അതുപോലെ വളരെ ദൂരെ നമുക്ക് മലനിരകളും എല്ലാം നമുക്ക് വളരെ ഭംഗിയായി ആസ്വദിക്കാൻ സാധിക്കും. അതിൽ എൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.